നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബുവിന്റെ മാതാവ് തൃശൂർ അരണാട്ടുകര കിഴക്കേപ്പുറം തേറുകാട്ടിൽ ഇഞ്ചമുടിക്കാരൻ പരേതനായ ജോണിന്റെ ഭാര്യ റെജീന നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 മണിക്ക് തൃശൂർ അരണാട്ടുകര സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. മക്കൾ ഡോക്ടർ ആന്റോ, മിനി, ജെയിംസ്, ഡോക്ടർ ജോസ് ബാബു, മരുമക്കൾ ഡോക്ടർ ഡെല്ല, ഡോക്ടർ CT സത്യൻ, ബിനി, മേരി, വസന്ത. 2024 ഡോക്ടർ ജോസിന്റെ പിതാവിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ആൽഫ ഡയാലിസിസ് സെന്ററിന് ഡയാലിസിസ് മെഷീൻ കൈമാറുന്നതിനായി കുടുംബാംഗങ്ങൾക്കൊപ്പം ആൽഫ എടമുട്ടം ഹോസ്പീസിൽ എത്തിയിരുന്നു. ഡോക്ടർ ജോസിന്റെ മാതാവ് റെജീന ജോണിന്റെ വേർപാടിൽ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീനും ട്രസ്റ്റ് അംഗങ്ങളും അനുശോചനം അറിയിച്ചു. പ്രിയ മാതാവിന്റെ നിര്യാണത്തിൽ ആൽഫ ഡെയിലി ന്യൂസിന്റെ ആദരാഞ്ജലികൾ. ആൽഫ തൃശൂർ സെന്റർ വോളണ്ടിയർമാരുടെയും സ്റ്റാഫിന്റെയും സംയുക്ത അവലോകന യോഗം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെന്ററിൽ നടക്കും. വിവിധ റിപ്പോർട്ടുകളുടെ അവതരണം, പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ പുരോഗതി വിലയിരുത്തൽ, തൃശൂർ പൂരം എക്സിബിഷനിൽ സ്റ്റാൾ പ്രവർത്തിപ്പിക്കൽ, വോളണ്ടിയർമാരുടെയും സ്റ്റാഫിന്റെയും ടൂർ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിൽ 30 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പുകൾ നേടിക്കൊണ്ട് സെന്റർ എക്കാലത്തെയും വലിയ നേട്ടം കൈവരിക്കാനുള്ള യത്നത്തിലാണെന്ന് പ്രസിഡന്റ് തോമസ് തോലത്ത്, സെക്രട്ടറി CK സജീവ്, ട്രഷറർ സരോജ വിൽസൺ എന്നിവർ അറിയിച്ചു. ആൽഫ കുട്ടനാട് സെന്ററിൽ പുതിയ ഹോസ്പീസ് മന്ദിരത്തിന്റെ ആദ്യ നിലയുടെ കോൺക്രീറ്റിംഗ് നടത്തി. അഭ്യുദയകാംക്ഷി തെന്നശ്ശേരി മോഹനൻ ആദ്യ കോൺക്രീറ്റ് മിക്സ് ഇട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രസിഡന്റ് ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി കൊച്ചുമോൻ, ഭാരവാഹികളായ കുരുവിള മാത്യു, സൂസന്നമ്മ, കലേശൻ, നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ഹാബിറ്റാറ്റ് ടെക്നോളജീസിന്റെ എഞ്ചിനീയർ വിനോദ്, മറ്റുദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കോൺക്രീറ്റിംഗ് നടത്തിയത്. നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആൽഫ പാലിയേറ്റീവ് കെയറിന് അവശ്യ സർവീസ് എന്ന നിലയിൽ പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും എന്നാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സ്റ്റാഫ് അംഗങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സെന്റർ ഭാരവാഹികൾ നൽകണമെന്ന് കമ്മ്യൂണിറ്റി ഡയറക്ടർ അഭ്യർത്ഥിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.